ഓണർ 200 എന്ന സ്മാർട്ട് ഫോണാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു 5 പുതിയ ഫീച്ചറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. ഓണർ 200 സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വീഡിയോ നിർബന്ധമായി കാണുക. ഈ ഫോണിലുള്ള ഏറ്റവും പുതിയ ഫീച്ചറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. നമ്പർ 1, സർക്കിൾ ടു സെർച്ച്. ഈ ഫീച്ചർ വരുന്നത് നമ്മളുടെ ഹോം സ്ക്രീനിലുള്ള നാവിഗേഷൻ ബട്ടൺമേനുള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യാം? ഈ നാവിഗേഷൻ ബട്ടൺ അതായത് ഇങ്ങനെയുള്ള നാവിഗേഷനാണ്. നമ്മളതാണ് സ്വൈപ്പ് ചെയ്യണതും ബാക്ക് എടുക്കുന്നതിൻ്റെ ഈ ഒരു രീതിയിലുള്ള നാവിഗേഷൻ ബട്ടൺ വേണുള്ളത്. ഈ ഒരു ഇതിന്മേ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഫിംഗർ വെച്ച് പ്രസ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് എന്ന ഫീച്ചർ ഓണായി വരുന്നതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ ഇതിൽ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ആക്ടറിനെ നമ്മളിപ്പോൾ കാണുകയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾ സർക്കിൾ ടു സെർച്ച് എന്നത് അതുപോലെ ഫിംഗർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ആക്ടറിൻ്റെ നെയിം കാണിച്ചു തരുന്നതാണ്. അതുപോലെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മറ്റുള്ള വീഡിയോസുകൾ ഒക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് സ്ഥലം ഇതിപ്പോൾ ഫേസ്ബുക്കാണെന്ന് ഉള്ള ഫേസ്ബുക്കിലൊക്കെ കാണാമല്ല അഡ്വർടൈസ്മെൻറ്റ്, വാച്ചിൻ്റെത്, സ്മാർട്ട് ഫോണിൻ്റെ, ലാപ്ടോപ്പ് തുടങ്ങിയ മറ്റുള്ള പ്രോഡക്റ്റുകൾ കാണുമ്പോൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് അത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലുകൾ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഇമേജുകൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്കിൾ ടു സെർച്ച്. അപ്പോൾ ഇത് ഇനി എനേബിൾ ചെയ്യൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം സിസ്റ്റം അപ്ഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം നാവിഗേഷൻ എന്നുള്ളത് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് 2 നാവിഗേഷനുകളുണ്ട്. ഒന്നാമത് നമ്മളിത് അതുപോലെ സ്വൈപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. 3 കീ എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ 3 ഒരു ഇതായി കണ്ട് കാണാം. ഈ 3 കീ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ നോർമൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. ഇത് വരുന്നത് ഈ സെൻറ്ററത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. അല്ല, മറ്റേത് ഇതേപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെത് ഈ ഭാഗത്ത് കാണാം. അതിൻ്റെതാണെങ്കിൽ ഇവിടെ താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും. ഇത് ഓണാക്കി കൊടുക്കുക. 3 കീൻ്റെതാണെങ്കിൽ ഇത് ഓണാക്കി കൊടുത്താൽ അത് വർക്കാവും. ഓഫ് ആക്കുമ്പോൾ അത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഓണാക്കി കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട്. നമ്പർ 2, ജെമിനി ഫീച്ചർ. നമ്മൾ ഫോണിലുള്ള സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ജെമിനി ഓണായി വരുന്നത് കാണാൻ പറ്റും. സൈഡിൽ നിന്നും ലെഫ്റ്റും ആൻഡ് റൈറ്റിൽ നിന്നൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ജെമിനി ഓണാവണ കാണാം. ഈ ജെമിനി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫോട്ടോ ജനറേറ്റ് ചെയ്യാം? ജെമിനി എങ്ങനെ ഉപയോഗിക്കൽ കാണിച്ചു തരാം. അവിടുന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. സൈഡിൽ നിന്ന് ഇതുപോലെ ഫിംഗർ വെച്ച് സ്വൈപ്പ് ചെയ്താൽ ഇത് വരും. ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നിലവിൽ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു ഫോണിൻ്റെ ഫോട്ടോ ആണ് എടുക്കാൻ പോണത്. ഓണർ X90 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഫോണിൽ നിന്ന് ഓണർ 200 എന്ന സ്മാർട്ട് ഫോണിൽ നിന്ന് ഞാൻ ഈ ഫോണിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ ആണ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോ ഞാനൊരു പാർക്കിൽ കിടക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ആണ് ഇനി ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളതിൽ ഇതേമാതിരിയുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോസോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് പ്ലേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. ഇനി ചെയ്യേണ്ടത് ഈ സൈഡിൽ നിന്ന് ഒരു ഫിംഗർ വെച്ച് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ജെമിനി ഓണായി വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ചെയ്യേണ്ടത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറി കാണാൻ പറ്റും. ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഫോട്ടോ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ എന്താണ് ഈ ഫോട്ടോ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എഴുതി കൊടുക്കുന്നതാണ്. ഈ ഫോട്ടോ ഒരു പാർക്കിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ് ജനറേറ്റ് ചെയ്ത് തരാൻ പറയുന്നത്. നിങ്ങൾ അത് എഴുതി കൊടുത്താൽ മതി. ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതി കൊടുത്താൽ അതേമാതിരി ചെയ്തു തരും.
അതിനുശേഷം ഇവിടെ സെൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെൻ എന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യുക. ശേഷം വെയിറ്റ് ചെയ്താലാണ് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ശരിക്കും ഒരു പാർക്കിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇത് ഡൗൺലോഡ് അല്ല, സേവ് ചെയ്യാൻ പറ്റുമോ ഗാലറിയിലോട്ട്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഫുൾ സൈസിൽ ഇത് നമുക്ക് ഗാലറിയിൽ ഇത് കാണാൻ പറ്റും. ഗാലറി ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, ജെമിനിയിൽ നിന്ന് എടുത്തതാണെന്ന് ഈ ഒരു സൈഡിൽ ഇത് കാണാൻ പറ്റും, ആ ജെമിനിൻ്റെ ലോഗോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അത് ജെമിനി ഉപയോഗിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ജെമിനിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഇത് എങ്ങനെ എനേബിൾ ചെയ്യലെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സെറ്റിങ്സ് അത് ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം. ഇതിങ്ങനെ കൈ തട്ടിയിട്ട് ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതൊക്കെ ഓണായി, ജെമിനി ഇങ്ങനെ ഓണായി വരുന്നതും നിങ്ങൾക്ക് എങ്ങനെ ഓഫാക്കലെന്നും അത് അറിയാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം നാവിഗേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് കാണാൻ പറ്റും. ഇത് ഓഫാക്കിയാൽ മതി. ഇത് ഓഫാക്കിയാൽ അത് വരില്ല, ഓണാക്കിയാൽ അത് വരും. ഓക്കെ, നമ്പർ 3 ഡ്രെയിനേജ് ആൻഡ് ട്വിസ്റ്റ് റിമൂവൽ എന്നൊരു ഫീച്ചറുണ്ട്. അത് വരുന്നത് സ്പീക്കറിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്ന മാജിക് വോയിസ് എന്ന ഫീച്ചർ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിലാണ് കാണാൻ പറ്റിയത്. ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഈ സ്പീക്കറിൻ്റെ അകത്ത് നമ്മൾ വെള്ളം അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമ്മൾ കൈക്കുന്ന ഫോൺ വീണോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തോട്ട് കളയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഡ്രെയിനേജ് ആൻഡ് ട്വിസ്റ്റ് റിമൂവൽ എന്നാണ് ആ ഫീച്ചർ. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യൽ, അത് എങ്ങനെ ഓൺ ചെയ്യൽ എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ ഫോണിൻ്റെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യണം. കൺട്രോൾ സെൻറ്റർ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ടൊരു എഡിറ്റ് കാണാൻ പറ്റും. ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഷോർട്ട് കട്ട് സ്വിച്ച് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അതുപോലെ ആയിരിക്കും. താഴത്തെ ഭാഗത്ത് കുറച്ചുകൂടി ഫീച്ചറുകൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇതാണ്. ഇതിലിപ്പോൾ എയർപ്ലെയിന് സ്ക്രീൻഷോട്ട് ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പോലെ തന്നെ വേറെയും ഒരുപാട് ഫീച്ചറുകൾ ഇവിടെ ഉള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് മേലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും മൈ ഓണർ എന്ന് പറഞ്ഞാണ്ട്. അതുപോലെ അത് ഡ്രെയിനേജ് ആൻഡ് ട്വിസ്റ്റ് റിമൂവൽ എന്ന് പറഞ്ഞാണ്ട് ഒരു മഴത്തുള്ളിൻ്റെ മാതിരി സാധനം കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താ ചെയ്യുക, ഇതാ മുകളിലായിരിക്കും. എഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ ആയിരിക്കും. ഇത് ഈ ഭാഗത്തോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ഇതിങ്ങനെ വലിച്ചാൽ മതി. ഇപ്പോൾ കിട്ടണില്ല. ഇപ്പോൾ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈ ഓണർ എന്നുള്ളത് ഓണായി വരുന്നത് കാണാം. അതിനുശേഷം ഇവിടെ എഴുതി വെച്ചാൽ കാണാം. അതുപോലെ ഇതൊരു 30 സെക്കൻഡിലാണ് ഇത് വരുന്നത്. സ്റ്റാർട്ട് ക്ലീൻ അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും. അതിനുശേഷം പിന്നെ അടുത്തത് വരുന്നത്, ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഫോണിൻ്റെ സൗണ്ട് ഒന്ന് ഓളിയോ ഒന്ന് കൂട്ടി വെക്കണം. ലേശം ഓണാക്കിയിട്ടാൽ മതി. ഇത് നല്ല സൗണ്ടിലായിരിക്കും വരിക. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം സൗണ്ടിൽ ഉണ്ടാവും. ഒരു പ്രത്യേക സൗണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇയർഫോൺ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൗണ്ട് മാത്രം ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ഇയർഫോൺ ഊരണമെന്നൊന്നുമില്ല. ബ്ലൂടൂത്തിൽ ഡിസ്കണക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓളിയോ ഒന്ന് കൂട്ടി വെച്ചാൽ മാത്രം മതി. ഇനി ചെയ്യേണ്ടത് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ അകത്ത് ഒന്ന് വെള്ളം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് പുറത്തോട്ട്, ഇതിൻ്റെ അകത്തൊരു ഫാൻ ഉണ്ട്, ഫാന് ഉപയോഗിച്ച് പുറത്തോട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചെറിയ തോതിലൊരു വൈബ്രേഷനും ഉണ്ട്. അതങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. സ്റ്റാർട്ട് ക്ലീൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഒരു സൗണ്ട് തന്നെ കാണാം. ഇപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി കട്ടായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് സ്പീക്കറൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ഇങ്ങനെയാണ് ചെയ്ത് നോക്കൽ. അത് ഇവിടെ നിന്ന് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇതവിടെ എഡിറ്റ് എന്നുള്ളതിൽ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ തന്നെ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും. ഓക്കെ,
നമ്പർ 4, ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ. ഈ ഫീച്ചർ വരുന്നത് ഹോം സ്ക്രീനിലാണ്. ഹോം സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതാ ഇവിടെയാണ്. ഈ ഹോം സ്ക്രീനിൻ്റെ ഈ ഒരു ഫീച്ചർ ഇങ്ങനെ വർക്കായി എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇവിടെയൊക്കെ ഇങ്ങനെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് സ്ക്രീൻ മോഡിലോട്ട് വരുന്നതാണ്. ഓക്കെ, അതായത് സ്ക്രീൻ ലോക്കാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഡബിൾ ടാപ്പ് ടു എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫോണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ അങ്ങ് ലോക്കാവും. നല്ലൊരു ഫീച്ചറാണ്. പിന്നെ വരുന്നത് ഡബിൾ ടാപ്പ് എന്ന് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. അത് വരുന്നത് നമ്മൾ ഈ ലോക്ക് സ്ക്രീൻ വേണം, അത് ഇവിടെ പ്രസ് ചെയ്താലാണ് അത് വരിക. അപ്പോൾ നമ്മളത് ഹോം സ്ക്രീൻ്റെ ഫീച്ചറാണ്. ഇത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ഹോം സ്ക്രീനിൽ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ എടുക്കുന്ന ഈ ഒരു സ്ഥലത്ത് ലോക്ക് സ്ക്രീൻ മോഡിലോട്ട് വരാൻ നിങ്ങൾ മുൻപൊക്കെ ചെയ്തിരുന്നത്, അതായത് ഇത് പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്യാറാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിർത്തിക്കോളി. ഈ ഒരു ഇതുമ്പോൾ അങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതാ ഹോം സ്ക്രീനിൽ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ മോഡിലോട്ട് വരുന്നതാണ്. അപ്പോൾ എങ്ങനെ എനേബിൾ ചെയ്യാം? സെറ്റിംഗ്സ് ഓപ്പൺ, ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ്. ഇവിടെ മുകളിൽ നിന്ന് മൂന്നാമത്തത് ഷോർട്ട് കട്ട് എന്ന് എഴുതി വെച്ച് കാണാം. അതുപോലെ വൺ ഹാൻഡ് മോഡിന്റെ നേരെ താഴെ ഷോർട്ട് കട്ട്. അതിനുശേഷം സ്ക്രീൻ ഓൺ ഓഫ് എന്ന് പറഞ്ഞാണ്ട് ഒരു സെറ്റിങ്സ് പോലെ കാണാൻ പറ്റും. സ്ക്രീൻ ഓൺ ഓഫ് ഇതിൽ പ്രസ് ചെയ്യുക. ഇവിടെ കാണാം ഓണായത് ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ. ഇത് ഓണായി കൊടുത്താൽ മതി. ഇത് ഓണായി കൊടുത്താൽ നിങ്ങൾക്ക് പിന്നെ ഹോം സ്ക്രീനിൻ്റെ ഈ ഭാഗത്തോ ഒക്കെ ചെയ്യും. 2 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ഓഫായി ഇത് ലോക്ക് മോഡിലോട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ. നമ്പർ 5, നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത വൈഫൈ ഷെയർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വൈഫൈ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയാവുന്നത് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണെന്ന് വിചാരിക്കരുത്. അതല്ല, ഇത് വരുന്നത് ഈ ഓണർ കണക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഫീച്ചറാണ് ഓണർ കണക്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഫീച്ചറാണത്. നമുക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത വൈഫൈ ഓണറിൻ്റെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഫോണിലോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഫോണല്ല, ഒരു ഫോണല്ല, 2 or 3 ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോണിലൊക്കെ ഈ ഒരൊറ്റ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇതേ വൈഫൈ ആ ഫോണിലോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന ഫീച്ചറാണിത്. അപ്പോൾ ഇതിന് വേണ്ടത് എന്തെല്ലാമെന്ന് അറിയോ? ഓണർ ID വേണം. ഓണർ ID എന്നാൽ ഈ ID തന്നെ നമ്മൾ എത്ര ഫോണിലോട്ടാണ് വൈഫൈ ഷെയർ ചെയ്യുന്ന ആ ഫോണിലൊക്കെ ഈ ഒരൊറ്റ ID വേണം. വേറെ സെപ്പറേറ്റ് ഐഡികൾ പറ്റത്തില്ല. ഈ ഒരു ഓണർ ID ആണെന്ന് ID എല്ലാ ഫോണിലോട്ടും ഒരേ ID തന്നെ വേണം. അതായത് നമുക്ക് ഒരു 4-5 ഓണർ ഫോണുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓണർ ഡിവൈസുകൾ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ID ഉപയോഗിച്ച് ഈ ഒരു ഒറ്റ ഡിവൈസിൽ നിന്ന് ഇവിടെ നിന്നാണ് ഇത് പോണത്. അതായത് ഈ ഒരു ഫോണ് ഒരു മോഡം പോലെ ഉപയോഗിക്കാം. അതേപോലെയാണ് വരുന്നത്. ഇവിടെയാണ് മോഡം വരുന്നത്. അതായത് റൂട്ടർ ഇവിടെയാണ്. ഇതിൽ നിന്നാണ് മറ്റുള്ള ഡിവൈസിലോട്ടൊക്കെ വൈഫൈ പോണത്. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ആദ്യം വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ഈ വൈഫൈ ബ്ലൂടൂത്ത് ഇത് 2 ഓണാക്കുക. അതുപോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ഓണർ ഫോണിൻ്റെ അകത്ത് ഒരു ഓണർ ID ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഓണർ കണക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനേബിൾ എന്ന് കാണാൻ പറ്റും. ഈ എനേബിൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഈ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഓണർ ഫോൺ ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും. ഇതിപ്പോൾ നിലവിൽ ഓണർ X9B എന്നാണ് കാണിക്കുന്നത്. X9D ആണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. B ഒക്കെയാണ് കാണിക്കുന്നത്. D ആണ്. അപ്പോൾ ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ അവിടെ ഒരു റിങ് മാതിരി സാധനം കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേറൊരു ഡിവൈസിൽ ബാക്ക് എടുക്കാൻ കാണിച്ചു തരാം. ഈ ഒരു ഓണർ ID ഉണ്ടല്ല,
അത് വേറെ ഡിവൈസ് നിങ്ങളടുത്തുണ്ടെങ്കിൽ ഓണറിൻ്റെ ഡിവൈസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓണർ ഐ ഡി ആ ഒരു ഫോണിലും ചെയ്തു വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വൈഫൈ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വൈഫൈ ഷെയർ ചെയ്യാനായിട്ടില്ല. ഓണർ X90 എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഫോണിൽ അതെങ്ങനെ ചെയ്യലെന്ന് കാണിച്ചു തരാം. അതായത് ഈ ഒരു ഓണർ ഐ ഡി ആണ് ഇപ്പോൾ ഈ ഫോണിലുള്ളത്. അപ്പോൾ അത് ഈ ഓണർ ഐ ഡിക്ക് നിങ്ങൾ കൊടുത്ത പാസ്വേഡൊക്കെ ഈ ഒരു ഫോണിലും നിങ്ങൾ സൈൻ ചെയ്യാം, ലോഗിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഇതിൽ ചെയ്ത് അതേപോലെ തന്നെ വെഡിങ് ചെയ്യണം. അതിലിപ്പോൾ നമ്മൾ എനേബിൾ ചെയ്തു. ഈ ഫോണിൽ ഓണർ കണക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, എഗ്രി കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും 2 ഡിവൈസ് ഇപ്പോൾ ഓണായത്. ഈ ഒരു റിങ് മാതിരിയുള്ള സാധനത്തിൽ ക്ലിക്ക് ചെയ്യുക, എനേബിൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഓണർ 200 എന്ന സ്മാർട്ട് ഫോണിലുള്ള വൈഫൈ ഓണർ 200ലുള്ള വൈഫൈ നമ്മൾ ഓണർ X90 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിലോട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓണർ 200 പറഞ്ഞ ഈ ഒരു ഓണർ കണക്ട് ഇടുന്നതിൻ്റെ അകത്ത് ഈ ഒരു സാധനം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓണർ 200 ആണ് ഈ കാണിക്കുന്നത്, ഈ ഭാഗത്ത് ഓണർ X90, അതായത് ഈ ഫോണ്. അപ്പോൾ ഈ ഫോണിലോട്ട് നമ്മൾ വൈഫൈ ആയി നമ്മൾ ഓണർ 200ൽ ഉപയോഗിക്കുന്ന വൈഫൈ ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. നമ്മളുടെ ഓണർ 200 ഇവിടെ പ്രസ് ചെയ്താൽ ഇവിടെ ഈ കാണുന്ന ഈ ഒരു സംഭവം ഈ ഭാഗത്തോട്ട് വലിക്കുക. അതിനുശേഷം ഓണർ X90 പറഞ്ഞാൽ ഈ ഭാഗത്തോട്ട് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ലോഡിങ് ആവണ കാണാം. ലോഡിങ് ആയി കഴിഞ്ഞാൽ അവിടെ X90ക്ക് നമ്മൾ ഈ ഓണർ 200ലുള്ള വൈഫൈ ഈ ഫോണിലോട്ട് അത് വരുന്നതാണ്. ഇനി കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വൈഫൈ കണക്റ്റ് ആവണമെന്നും കാണുന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് ഈ ഫോണിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വൈഫൈ കണക്ട് ചെയ്തതൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഈ കൺട്രോൾ സെൻറ്റർ സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓണർ 200 എന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് പരിപാടി. എന്തെല്ലാം ടെക്നോളജിയാണ്. ഞാൻ ജസ്റ്റ് ഇത് യൂട്യൂബൊക്കെ വർക്ക് ചെയ്യണത് കാണിച്ചു തരാം. യൂട്യൂബൊക്കെ നല്ല സ്പീഡാട്ടാ, കണ്ടില്ലേ, നല്ല അസലായിട്ട് വർക്കാവുന്നുണ്ട്. ഓക്കെ, മൊബൈൽ ഡാറ്റ പോലും അതിൻ്റെ അകത്ത് ഓൺ ആയിട്ടില്ല. അതുപോലെ വൈഫൈനെ കാണാൻ തന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നെറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ട് നമുക്ക് അത്ഭുതം പോലെ തോന്നും. സംഭവം സാറാണ്. അപ്പം ഇനി ഇത് എങ്ങനെ ഓഫാക്കലെന്നൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഓഫാക്കാനൊക്കെ ഈസിയാണ്. ഓക്കെ, നമുക്കിപ്പോൾ വൈഫൈൻ്റെ ഇവിടെ പോയിങ്ങാണ്ട് അങ്ങനെയല്ല ഓഫാക്കല്. ജസ്റ്റ് നിങ്ങൾക്ക് സെറ്റിങ്സ് പോവുക, ഓണർ കണക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അവിടെ ഉള്ള മാജിക് റിംഗ് ആണെങ്ങാണ്ട് ഈ സാധനത്തിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഇത് കാണാൻ പറ്റില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ക്ലോസ് ചെയ്താൽ ഇവിടെയുള്ള വൈഫൈ കണക്ട് ചെയ്ത വൈഫൈ അവിടുന്ന് പോകുന്നതാണ്. രണ്ടാമത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ പ്രസ് ചെയ്താൽ അത് കണക്ട് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക് കണക്ട് ആവും. ഡിസ്കണക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിലും ഈ ഫോണിൽ നിന്ന് ആയാലും മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ അത് കണക്ട് ആവും. ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ഡിസ്കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഇനി നിങ്ങൾക്ക് എന്താണ് ഓണർ കണക്റ്റഡ് എന്നുള്ള ഇതിൻ്റെ ഡിസ്കണക്റ്റ് ആക്കണ ഒരു പരിപാടി കാണിച്ചു തരാം. ഇതിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അബൌട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡിസേബിൾ സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സർവീസ് മൊത്തത്തിൽ അങ്ങോട്ട് ഡിസേബിൾ ആവും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ. ഈ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഈ ഓണറിൻ്റെ ഫോണിൽ ഒക്കെ അതേ സെയിം തന്നെ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയാണ്, അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.